നമസ്കാരം. വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 7-ാം തീയതി രാത്രിയിലുണ്ടാകുന്ന ചന്ദ്രഗ്രഹണം അതല്ലെങ്കിൽ ബ്ലഡ് മൂണിനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊരാഗ്രഹവും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് നാളത്തെ ഈ ഒരു മുഹൂർത്തം. നാളെ സെപ്റ്റംബർ 7-ാം തീയതി ഈ ഒരു ചന്ദ്രഗ്രഹണം സ്റ്റാർട്ട് ചെയ്യുന്നത് 8:58 തുടങ്ങിയിട്ട് രാവിലെ 2:30 വരെയാണ് അതിൻ്റെ സമയം. അതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഒരു 11:40 കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊരാഗ്രഹമുണ്ടെങ്കിലും അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുള്ളായിട്ടുള്ളൊരു രാത്രിയാണ് നാളത്തേത്. അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം 8:30 തുടങ്ങിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 12 മണി വരെയെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ 11:30 തൊട്ട് 12 മണി വരെ രാത്രിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും വലിയ ഒരു മാനിഫെസ്റ്റേഷനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹ സാധീകരണത്തിനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യം, അത് നിങ്ങൾക്ക് നേടിയെടുക്കണം എന്ന് ആഗ്രഹമുള്ള നിങ്ങളുടെ ഒരാഗ്രഹം അതല്ലെങ്കിൽ ഒരു ഗോളാണെങ്കിൽ നിങ്ങളൊരു പേപ്പറിനകത്ത് എഴുതുക. ഇത് എഴുതാൻ പറ്റുന്ന സമയം 11:30-ക്കും 12 മണിക്കും ഇടയ്ക്കാണ് രാത്രിയിൽ. അപ്പോൾ അതിനായിട്ട് വേണ്ടുന്നത് കുറച്ച് കുങ്കുമം വെള്ളത്തിൽ ചാലിച്ചിട്ട് വെക്കണം. അതേപോലെ തന്നെ ചുമന്ന മഷിയുടെ പേനയുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ്. അതല്ലെങ്കിൽ ബ്ലാക്ക് ഉപയോഗിക്കരുത്, ബ്ലൂ കളറായാലും മതി. അപ്പോൾ ഒരു വെള്ള പേപ്പറായിരിക്കണം എപ്പോഴും നമ്മൾ എടുക്കേണ്ടത്. ലൈനുള്ളത് എടുക്കരുത്. ലൈനുള്ളതാണെങ്കിൽ എനർജിയെ ബ്ലോക്ക് ആകും. അതുകൊണ്ട് തന്നെ വെള്ള പേപ്പറിനകത്ത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിനെ നിങ്ങൾ 8 വട്ടം എഴുതുക. 8 തവണ ആ ആഗ്രഹത്തിനെ നിങ്ങൾ എഴുതുക. അതിനുശേഷം നമ്മൾ ആ കുങ്കുമം ചാലിച്ച് വെച്ചേക്കുന്ന വെള്ളമില്ല, ആ കുങ്കുമം എടുത്തിട്ട് നിങ്ങൾ ആ ഒരു പേപ്പറിന് ചുറ്റും വരയ്ക്കുക. അതായത് 4 സൈഡും വരച്ചൊരു ബോർഡർ പോലെ അത് വെച്ച് വരയ്ക്കുക. അതിനുശേഷം ആ പേപ്പറിനെ നിങ്ങളുടെ നേരെ മടക്കുക. അപ്പോൾ 2 ആകും. അതിനുശേഷം ഇടത്തു നിന്നും വലത്തോട്ട് മടക്കുക. അപ്പോൾ അത് 4 ആകും. ഇത്രയും മടക്കിയതിന് ശേഷം ഈ പുറമേ കാണുന്ന ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ ഈ ചുമന്ന മഷി അല്ലെങ്കിൽ ചുമന്ന മഷിയല്ല, ഈ കുങ്കുമം ചാലിച്ച വെള്ളം കൊണ്ടിട്ട് വരയ്ക്കുക. വരച്ചതിന് ശേഷം അതിൻ്റെ നടുക്ക്, ഈ പുറമേ കാണുന്ന ഭാഗത്തിൻ്റെ നടുക്ക് ഒരു വലിയൊരു ഡോട്ട് വരയ്ക്കുക. ബാക്ക് സൈഡിലും അതേപോലെ തന്നെ ഒരു ഡോട്ട് വരയ്ക്കുക. അതിനുശേഷം ഈ പേപ്പർ നിങ്ങളുടെ കയ്യിൽ പിടിക്കുക. 11:30-ക്കും 12 മണിക്കും രാത്രി ഇടയ്ക്കുള്ള സമയത്താണ് ഇത് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾ ആ മൂണിനെ നോക്കിയിട്ട്, മൂണിനെ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ മൂണിനെ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഇതിനെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വലത്തേ കയ്യിൽ പിടിച്ചിട്ട് ആ വലത്തേ കൈ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹം നിങ്ങൾ ആ ഒരു ചന്ദ്രനെ നോക്കിയിട്ട് പറയുക, മനസ്സിൽ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, അതായത് ചന്ദ്രന്, അതല്ല നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വളരെ നല്ലൊരു പുഞ്ചിരിയോടുകൂടി ആ ഒരു ആഗ്രഹം നടന്ന സംതൃപ്തിയോടുകൂടി തന്നെ തിരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ കയറാവുന്നതാണ്. ഈ പേപ്പറിനെ നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നാളത്തെ ദിവസം കത്തിക്കരുത്. അതായത് ഈ ലൂണാർ എക്ലിപ്സ് ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയോ പിറ്റേ ദിവസം വൈകിട്ടോ നിങ്ങൾക്ക് ഈ പേപ്പറിനെ കത്തിച്ച് വെള്ളത്തിനകത്ത് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിനകത്ത് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ഇത് വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു പോർട്ടലാണ് നാളെ ഓപ്പൺ ആവുന്നത്. പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ പല സമയങ്ങളിൽ പല ദിവസങ്ങളിൽ ഒരു പ്രത്യേക ഒരു എനർജി വരും. അതായത് നമ്മൾ ദൈവിക എനർജി എന്നൊക്കെ പറയും, ദൈവങ്ങൾ അനുഗ്രഹിക്കാനൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ദൈവിക എനർജി വരുന്ന സമയങ്ങളുണ്ട്. ആ ഒരു സമയമാണ് നാളത്തെ ഈ ഒരു ബ്ലഡ് മൂൺ അതല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്ന ആ ഒരു സമയം. അപ്പോൾ ആ വരുന്ന ആ എനർജിയെ നിങ്ങൾക്ക് അതിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു എനർജിയുടെ സമയത്ത് നിങ്ങളത് ചെയ്യുമ്പം നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ 7 ദിവസത്തേക്ക് അടുപ്പിച്ചിട്ട് സന്ധ്യയ്ക്ക് നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ അല്ലെങ്കിൽ ദേവൻ ആരാണോ ആ ഒരു ദൈവത്തിനോട് നിങ്ങളുടെ ഈ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും ഈ ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതായിരിക്കും.